ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോണത്, ജനറൽ പവേഴ്സ് കോംപ്ലക്സ് എക്സ്പോണൻസ്. നമ്മൾ നേരത്തെ ഈ ലോഗിന്റെ ചാപ്റ്റർ പഠിച്ചല്ലോ, ലോഗരിതം, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ചെറിയ ചാപ്റ്റർ ആണ്. അപ്പോൾ നോക്കാം. വെൻ സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദി എക്സ്പോണന്റ് c is a complex number, z raised to c is defined as z raised to c equal to e raised to c log z, where log z denoted the multiple valued logarithmic function. Z എന്ന് പറയുന്നത് ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് അതിന്റെ എക്സ്പോണന്റ് ആണ്, അത് പവർ ആണ്. z raised to c നമ്മൾ നോക്കുകയാണ്, c ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. z raised to c നെ നമുക്ക് e raised to c log z എന്ന് എഴുതാൻ പറ്റും. വേർ log z എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂഡ് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് സി ലോഗ് സെഡിന് നമുക്ക് ലോഗ് സെഡ് റേസ് ടു സി എന്ന് എഴുതാം. അപ്പോൾ എക്സ്പോണൻഷ്യലും ലോഗും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് സെഡ് റേസ് ടു സി എന്ന് തന്നെ വരും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. കാരണം ലോഗ് നമ്മൾ ലോഗ് സെഡ് എന്താന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലോ. അപ്പൊ സെഡ് റേസ് ടു സി എന്ന് പറയുന്നത് ഇ റേസ് ടു സി ലോഗ് സെഡ്. അതെങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് സെഡ് റേസ് ടു സി തന്നെയാണ്. അപ്പൊ എക്സ്പോണൻഷ്യലും ലോഗും ക്യാൻസൽ ചെയ്ത് പോയിട്ട് സെഡ് റേസ് ടു സി എന്ന് തന്നെ വരും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഇവാലുവേറ്റ് i പവർ -2i. അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറയുന്നത് ഐയും സി എന്ന് പറയുന്നത് -2iയും ആണ്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സെഡ് റേസ് ടു സി എന്ന് പറയുന്നത് ഇ റേസ് ടു സി ലോഗ് സെഡ് ആണ്. അപ്പോൾ i റേസ് ടു -2i എന്ന് പറയുന്നത് ഇ റേസ് ടു -2i ലോഗ് ഐ ആണ്. ഇനി നമ്മൾ ലോഗ് ഐയുടെ വാല്യൂ കാണുകയാണ്. അപ്പൊ ഇവിടെ ലോഗ് ഐ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സെഡ് എന്ന് പറയുന്നത് ഐ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ആർ ഇ റേസ് ടു ഐ തീറ്റ ആണല്ലോ നമ്മൾ സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യണേ. അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് 1 വരും, ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഐയും വരണം. അപ്പൊ ഇ റേസ് ടു ഐ തീറ്റ ഐ വരണമെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് π/2 ആയിരിക്കും. കാരണം cos π/2 പ്ലസ് ഐ സൈൻ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos π/2 0യും സൈൻ π/2 1 ആണ്. അപ്പൊ ആ ഐ എന്ന് പറയുന്നത് മാത്രം വരും. 0 പ്ലസ് ഐ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഐ വരും. അപ്പൊ അങ്ങനെ ആർ എന്ന് പറയുന്നത് 1ഉം തീറ്റ എന്ന് പറയുന്നത് π/2 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഐ എന്ന് പറയുമ്പോൾ 0 എക്സും വൈയും ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 0 പ്ലസ് ഐ അല്ലേ. അപ്പൊ ഇവിടെ എക്സ് 0യും y എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/0 എന്ന് വരും. അതായത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് π/2 ആണ്. അപ്പൊ എങ്ങനെ ആണെങ്കിലും നമുക്ക് തീറ്റയുടെ വാല്യൂ π/2 എന്നാണ് കിട്ടുക. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് ആർ പ്ലസ് ഐ ഇൻറ്റു ആർഗ് സെഡ് ആണ്. അല്ലെങ്കിൽ ആർഗ് സെഡ് എന്ന് പറയുന്നത് തീറ്റ പ്ലസ് 2nπ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആർ എന്ന് പറയുന്നത് ലോഗ് 1 പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2nπ എന്ന് പറയുമ്പോൾ ലോഗ് 1 പ്ലസ് ഐ ഇൻറ്റു π/2 പ്ലസ് 2nπ. ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഐ ഇൻറ്റു π/2 പ്ലസ് 2nπ എന്ന് കിട്ടും. അപ്പൊ ലോഗ് ഐ നമ്മൾ കണ്ടു. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഇ റേസ് ടു -2 ഐ ഇൻറ്റു π/2 പ്ലസ് 2nπ. അപ്പൊ നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ -2i² എന്ന് പറയുമ്പോൾ i² -1 ആണ്. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി 2 ഇൻറ്റു π/2 പ്ലസ് 2nπ. 2 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ π പ്ലസ് 4nπ എന്ന് കിട്ടും. അപ്പോൾ ഈ i റേസ് ടു -2iയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു π പ്ലസ് 4nπ ആണ്. വേർ n ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 എക്സെട്ര. അപ്പൊ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനിഷൻ പ്രകാരം സെഡ് റേസ് ടു സി ഈക്വൽ ടു ഇ റേസ് ടു സി ലോഗ് സെഡ് ആണ്. അപ്പൊ ഇവിടെ സെഡ് എന്ന് പറയുന്നത് ഐയും സി എന്ന് പറയുന്നത് -2i ആണ്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഇ റേസ് ടു -2i ലോഗ് ഐ എന്ന് എഴുതും. അപ്പൊ നമ്മൾ ലോഗ് കണ്ടുപിടിക്കാൻ, ലോഗ് സെഡ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് ആർ പ്ലസ് ഐ ഇൻറ്റു ആർഗ് സെഡ്, അഥവാ ലോഗ് ആർ പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2nπ ആണ്. വേർ സെഡ് എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ. അപ്പൊ ഇവിടെ ഐ ആണ് സെഡ് ആയിട്ട് എടുക്കണേ. അപ്പൊ നമുക്ക് ആർ എന്ന് പറയുന്നത് 1ഉം ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഐ. അപ്പൊ തീറ്റയുടെ വാല്യൂ π/2 ആണ് വരിക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് 1 പ്ലസ് ഐ ഇൻറ്റു π/2 പ്ലസ് 2nπ കിട്ടും. ലോഗ് 1 0 ആണ്. അപ്പൊ നമുക്ക് ഐ ഇൻറ്റു π/2 പ്ലസ് 2nπ. ഇനി ലോഗ് ഐയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇ റേസ് ടു π പ്ലസ് 4nπ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ഇനി
അടുത്തത് നമ്മൾ പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സെഡ് റൈസ് ടു സി. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് ആർ ഇ റൈസ് ടു ഐ തീറ്റ ആണ്. അപ്പൊ ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് ആർ പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2nπ ആണ്. ഇവിടെ n 0 ആവുന്ന കേസിൽ ഇങ്ങനെ വരും. ഇനി സെഡ് റൈസ് ടു സി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഓഫ് സി ലോഗ് സെഡ് ആണ്, അതായത് ഇ റൈസ് ടു സി ലോഗ് സെഡ് ആണ്. ഇനി അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. d by dz ഓഫ് സെഡ് റൈസ് ടു സി, അതായത് d by dz ഓഫ് ഇ റൈസ് ടു സി ലോഗ് സെഡ്. അപ്പൊ ഇ റൈസ് ടു ഇനെ ചെയ്യുമ്പോൾ ഇ റൈസ് ടു സി ലോഗ് സെഡ് തന്നെ, പിന്നെ സി ലോഗ് സെഡിനെ ചെയ്യുമ്പോൾ സി ഇൻറ്റു 1/z എന്ന് വരും. അങ്ങനെയാണ് കിട്ടിയത്. ഇ റൈസ് ടു എക്സിനെ നമ്മൾ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പൊ ഇ റൈസ് ടു സി ലോഗ് സെഡിന് ചെയ്യുമ്പോൾ ഇ റൈസ് ടു സി ലോഗ് സെഡ്, പിന്നെ സി ലോഗ് സെഡിനെ ചെയ്യാം. അപ്പൊ സി കോൺസ്റ്റന്റ് ആണ്, സി ഇൻറ്റു ലോഗ് സെഡിന്റെ ഡെറിവേറ്റീവ് 1/z. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി നമ്മള് സെഡിനെ ഇ റൈസ് ടു ലോഗ് സെഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എക്സ്പോണൻഷ്യൽ ലോഗും ക്യാൻസൽ ചെയ്ത് പോയി സെഡ് എന്ന് തന്നെ വരും. അപ്പൊ നമുക്ക് സെഡിന് പകരം ഇ റൈസ് ടു ലോഗ് സെഡ് എന്ന് കൊടുക്കാം. അപ്പൊ സി ഇൻറ്റു ഇ റൈസ് ടു സി ലോഗ് സെഡ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ലോഗ് സെഡ്. അപ്പൊ ഇതിനെ മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു മൈനസ് ലോഗ് സെഡ് എന്നാവും. അപ്പൊ സി -1 കോമൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇൻറ്റു ഇ റൈസ് ടു ലോഗ് സെഡ് കോമൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിയും ഇവിടെ -1 വരും. ഇ റൈസ് ടു സി -1 ലോഗ് സെഡ്. ഇനി ഇത് നോക്കിയേ, ഇ റൈസ് ടു സി -1 ലോഗ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് റൈസ് ടു സി -1 ആണ്. കാരണം സെഡ് റൈസ് ടു സി എന്ന് പറയുന്നത് ഇ റൈസ് ടു സി ലോഗ് സെഡ് ആണ്. അപ്പൊ ഇ റൈസ് ടു സി -1 ലോഗ് സെഡ് എന്ന് പറയുമ്പോൾ സെഡ് റൈസ് ടു സി -1 ആണ് വരിക. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് d by dz ഓഫ് സെഡ് റൈസ് ടു സി എന്ന് പറയുന്നത് സി ഇൻറ്റു സെഡ് റൈസ് ടു സി -1 ആണ്. അതല്ലെങ്കിൽ നമുക്കറിയാം സെഡ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു സെഡ് റൈസ് ടു n -1 ആണ്. അത് നമുക്ക് ഇതിപ്പോ കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ റിയൽ നമ്പറിനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ സെഡ് റൈസ് ടു സി ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ, അതായത് ഇ റൈസ് ടു സി ലോഗ് സെഡ് അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു സി ലോഗ് സെഡ് ഇൻറ്റു സി ബൈ സെഡ് വരും. പിന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിലല്ല അതിന്റെ മുമ്പത്തേലെ എക്സ്പോണൻഷ്യലിൽ പഠിച്ചു, സെഡിനെ ഇ റൈസ് ടു ലോഗ് സെഡ് എന്ന് എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സി ഇൻറ്റു ഇ റൈസ് ടു സി -1 ലോഗ് സെഡ് എന്ന് കിട്ടും. ഇത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സെഡ് റൈസ് ടു സി -1 ആണ്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സെഡ് റൈസ് ടു സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സി ഇൻറ്റു സെഡ് റൈസ് ടു സി -1 ആണ്. ഓക്കെ, അതാണ് റിസൾട്ട്. d by dz ഓഫ് സെഡ് റൈസ് ടു സി ഈക്വൽ ടു സി സെഡ് റൈസ് ടു സി -1. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സെഡ് റൈസ് ടു സി എന്ന് പറയുന്നത് ലോഗ് സെഡിന് പകരം നമ്മൾ ക്യാപിറ്റൽ ലോഗ് സെഡ് കൊടുത്താൽ മതി. അതായത് സെഡ് റൈസ് ടു സി എന്ന് പറയുന്നത് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് ഇ റൈസ് ടു സി ക്യാപിറ്റൽ ലോഗ് സെഡ്. അത് നമ്മൾ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പൊ ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് ആർ പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2nπ ആണ്. അല്ലെങ്കിൽ ആർ എടുക്കാത്ത കേസിൽ നമ്മൾ മോഡ് സെഡ് എന്ന് എടുക്കും. അപ്പൊ ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2nπ ആണ്. ആ എന്നിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ ഐ തീറ്റ എന്ന് മാത്രം വരും. ആ വാല്യൂ, അതായത് ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് ആർ പ്ലസ് ഐ തീറ്റ, ഈ വാല്യൂ ഇതിനാണ് ക്യാപിറ്റൽ ലോഗ് സെഡ് എന്ന് പറയുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സെഡ് റൈസ് ടു സി കിട്ടുന്നത്. ഓക്കെ, ഇനി പ്രോബ്ലംസ് നോക്കാം. ഫൈൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 plus i raised to i. അപ്പൊ ഇവിടെ സെഡ് എന്ന് പറയുന്നത് 1 plus i യും സി എന്ന് പറയുന്നത് ഐ യും ആണ്. അപ്പൊ ഡെഫിനിഷൻ പ്രകാരം സെഡ് റൈസ് ടു സി എന്ന് പറയുന്നത് ഇ റൈസ് ടു സി ലോഗ് സെഡ് ആണ്. അപ്പൊ ഇ റൈസ് ടു ഐ ഇൻറ്റു ലോഗ് 1 plus i. അപ്പൊ നമ്മൾ ലോഗ് 1 plus i കാണുന്നു. ഡെഫിനിഷൻ പ്രകാരം ലോഗ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലോഗ് മോഡ് സെഡ്. ആറ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ് സെഡ് ആണ് ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ മോഡ് സെഡ് എന്ന് പറയുമ്പോൾ 1² പ്ലസ് 1² റൂട്ട്, അപ്പൊ √2 എന്ന് വരും. അപ്പൊ ലോഗ് √2 പ്ലസ് ഐ ഇൻറ്റു ആർഗ് സെഡ്. ആർഗ് സെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ ആണ് ഉപയോഗിക്കുന്നത്. സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർഗ് സെഡ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് ആണ്. അപ്പൊ ഇവിടെ 1 plus i എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 ഉം y എന്ന് പറയുന്നത് 1 ഉം ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/1, അതായത് ടാൻ ഇൻവേഴ്സ് 1 വരും. അപ്പൊ നമുക്ക് π/4 എന്ന് കിട്ടും. കാരണം ടാൻ π/4 1 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ എന്ന് പറയുന്നത് π/4 ഉം മോഡ് സെഡ് √2 ആണ്. അപ്പൊ ലോഗ് √2 പ്ലസ് ഐ ഇൻറ്റു π/4 പ്ലസ് 2nπ. അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വാല്യൂ.
അപ്പൊ നമുക്ക് ഇ റേസ് ടു ഐ ഇൻറ്റു log √2 പ്ലസ് ഐ ഇൻറ്റു പൈ ബൈ 4 പ്ലസ് 2n π. ഐ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇ റേസ് ടു ഐ log √2 മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് ഓഫ് പൈ ബൈ 4 പ്ലസ് 2n π. ഇതാണ് അപ്പോൾ 1 പ്ലസ് ഐ റേസ് ടു ഐ എന്ന് പറയുന്നത്. നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്നിന് 0 കൊടുത്താൽ മതി. അപ്പൊ എന്നിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ n 0 ഇ റേസ് ടു ഐ log √2 മൈനസ് പൈ ബൈ 4 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ റേസ് ടു മൈനസ് ഐ. അപ്പൊ ഇവിടെ സെഡ് എന്ന് പറയുന്നത് ഐയും സി എന്ന് പറയുന്നത് മൈനസ് ഐയും ആണ്. അപ്പൊ ഡെഫിനിഷൻ പ്രകാരം സെഡ് റേസ് ടു സി എന്ന് പറയുന്നത് ഇ റേസ് ടു സി ലോഗ് സെഡ് ആണ്. അപ്പൊ ഐ റേസ് ടു മൈനസ് ഐ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഐ ലോഗ് ഐ. ലോഗ് ഐയുടെ വാല്യൂ ആണ്. അപ്പൊ നമ്മളത് ഫസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടിരുന്നു. ഇവിടെ ആർ എന്ന് പറയുന്നത് 1 ഉം തീറ്റ പൈ ബൈ 4 ആണ്. തീറ്റ പൈ ബൈ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2n π എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2n π. മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ഇ റേസ് ടു പൈ ബൈ 2 പ്ലസ് 2n π എന്ന് വരും. ഇനി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്നിന് 0 കൊടുക്കണം. അപ്പൊ ഇ റേസ് ടു പൈ ബൈ 2 ആണ് പ്രിൻസിപ്പൽ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 റേസ് ടു 3 മൈനസ് ഐ. അപ്പൊ ഇവിടെ സെഡ് 3യും സി എന്ന് പറയുന്നത് 3 മൈനസ് ഐ ആണ്. ഡെഫിനിഷൻ പ്രകാരം ഇ റേസ് ടു 3 മൈനസ് ഐ ലോഗ് 3. അപ്പൊ നമ്മൾ ഇവിടെ ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ് സെഡ് ഡെഫിനിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലോഗ് 3 പ്ലസ് ഐ ഇൻറ്റു ആർഗ് സെഡ്. ആർഗ് സെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് 3യും വൈ 0യും ആണ്. ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0 ബൈ 3. ടാൻ ഇൻവേഴ്സ് 0. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0 ആണ്. കാരണം ടാൻ 0 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ 0 ആണ്. മോഡ് സെഡ് 3 ആണ്. അപ്പൊ ലോഗ് 3 പ്ലസ് ഐ ഇൻറ്റു 2n π. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ വാല്യൂ. അപ്പൊ 3 മൈനസ് ഐ ഇൻറ്റു ലോഗ് 3 പ്ലസ് 2n π ഐ. അപ്പൊ അത് ഉള്ളിലേക്ക് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇ റേസ് ടു 3 log 3, അതായത് 3 മുകളിലേക്ക് എടുക്കുമ്പോൾ ഇ റേസ് ടു ln 3 ക്യൂബ് പ്ലസ് 2n π പ്ലസ് ഐ ഇൻറ്റു 6n π മൈനസ് ln 3. അപ്പൊ ഇ റേസ് ടു ലോഗ് സെഡ് എന്ന് പറയുന്നത് സെഡ് ആണ് നമ്മൾ എഴുതി വെച്ചിരുന്നു. അപ്പൊ അത് പ്രകാരം ഇതിന് 3 ക്യൂബ് 27 എഴുതിയാലും മതി. 27 പ്ലസ് 2n π പ്ലസ് ഐ ഇൻറ്റു 6n π മൈനസ് ലോഗ് 3. ഇനി നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്നിന് 0 കൊടുക്കണം. അപ്പൊ 27 പ്ലസ് ഐ ഇൻറ്റു മൈനസ് ലോഗ് 3 എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരിക. ഇ റേസ് ടു ln 3 ക്യൂബ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് 3 ക്യൂബ് ആണ് വരിക, അതായത് 27. അപ്പൊ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് റേസ് ടു സിനെ നമ്മൾ എങ്ങനെ എക്സ്പോണൻഷ്യൽ രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ ലോഗിന്റെ രൂപത്തിൽ എഴുതാന്നാണ് പഠിച്ചത്. അപ്പോ സെഡ് റേസ് ടു സി എന്ന് പറയുന്നത്, സി ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സെഡ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ സെഡ് റേസ് ടു സി എന്ന് പറയുന്നത് ഇ റേസ് ടു സി ലോഗ് സെഡ് ആണ്. അതെങ്ങനെയാ വന്നു വെച്ച് കഴിഞ്ഞാൽ സി ലോഗ് സെഡിനെ നമുക്ക് ലോഗ് സെഡ് റേസ് ടു സി എന്ന് എഴുതാം. ഇയും ലോഗും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ സെഡ് റേസ് ടു സി എന്ന് വരും. അങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, ഇനി ലോഗ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നുകിൽ ലോഗ് 6 പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n π, അതായത് ആർഗ് സെഡ്. അല്ലാന്നുണ്ടെങ്കിൽ 6 നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലോഗ് സെഡ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n π ആണ്. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ച് ലോഗ് സെഡിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെഡ് റേസ് ടു സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഒരെണ്ണം ചെയ്തു, ഐ റേസ് ടു മൈനസ് 2i. ഇവിടെ സി എന്ന് പറയുന്നത് മൈനസ് 2iയും ഐ എന്ന് പറയുന്നത് സെഡും ആണ്. അപ്പൊ നമ്മുടെ ഡെഫിനീഷൻ പ്രകാരം ഇ റേസ് ടു മൈനസ് 2i ലോഗ് ഐ. ലോഗ് ഐ നമ്മൾ മറ്റേ ഡെഫിനീഷൻ പ്രകാരം ഒന്നുകിൽ ലോഗ് 6 പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n π ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n π ഉപയോഗിച്ച് ചെയ്യുക. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെഡ് റേസ് ടു സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് അതിന്റെ ഡെറിവേറ്റീവ് ആണ്. അത് നമ്മൾ ഇ റേസ് ടു സി ലോഗ് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു സി ലോഗ് സെഡ് ഇൻറ്റു സി ബൈ സെഡ് എന്ന് കിട്ടും. സെഡിനെ നമുക്ക് ഇ റേസ് ടു ലോഗ് സെഡ് എന്ന് എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി ഇൻറ്റു ഇ റേസ് ടു സി മൈനസ് 1 ലോഗ് സെഡ്. അതായത് ഡെഫിനീഷൻ പ്രകാരം ഇത് സെഡ് റേസ് ടു സി മൈനസ് 1 ആണ്. അപ്പൊ സെഡ് റേസ് ടു സിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സി ഇൻറ്റു സെഡ് റേസ് ടു സി മൈനസ് 1 ആണ്. ഇനി ഇതില് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ, അതായത് ലോഗ് സെഡിന് പകരം ക്യാപിറ്റൽ ലോഗ് സെഡ്, അതായത് തീറ്റ പ്ലസ് 2n π, അതിൽ എന്നിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രിൻസിപ്പൽ വാല്യൂ.
അപ്പൊ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സെഡ് റൈസ് ടു സി കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് സെഡിൽ തീറ്റ പ്ലസ് 2n/യിൽ n-ന് 0 കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ നമ്മൾ കണ്ടു എക്സാമ്പിൾസ് 1 + i raised to i, i raised to -i, 3 raised to 3 - i. ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇല്ലേ, ആൻസറിൽ n ഉള്ള ടേംസ് ഉണ്ടായിരിക്കും. കാരണം തീറ്റ പ്ലസ് 2n/, എന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ n-ന് 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. തീരെ ചെറുതാണ്. സെഡ് റൈസ് ടു സിയുടെ ഡെഫിനിഷൻ, ലോഗ് സെഡിന്റെ ഡെഫിനിഷൻ, പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ n-ന് 0, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാണുക. അപ്പൊ നമ്മൾ സെഡ് റൈസ് ടു സി എന്ന് പറയുമ്പോൾ സിയും സെഡും ഐഡന്റിഫൈ ചെയ്തിട്ട് ഡെഫിനിഷൻ എഴുതുക. ഇ റൈസ് ടു സി ലോഗ് സെഡ്. ലോഗ് സെഡ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഉപയോഗിച്ചിട്ട് ലോഗ് r + i × തീറ്റ പ്ലസ് 2n/യോ അല്ലെങ്കിൽ ലോഗ് മോഡ് സെഡ് പ്ലസ് i × തീറ്റ പ്ലസ് 2n/യോ ഉപയോഗിച്ച് ചെയ്യുക. ഒന്നുകിൽ ആർഗ് സെഡിന്റെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആർഗ് സെഡ് ഉപയോഗിച്ചിട്ട് tan ഇൻവേഴ്സ് y/x ഉപയോഗിച്ചിട്ട് തീറ്റ കണ്ടുപിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി r കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോഡ് സെഡ് ഉപയോഗിച്ച് ചെയ്യുക. എന്നിട്ട് ലോഗ് സെഡ് കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ തീറ്റ പ്ലസ് 2n/, ഉള്ള വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക. ആ 2n/യിൽ n-ന് 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത ഒരു 3 ചാപ്റ്ററും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരും. ഒരു വ്യാഴാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.